ഓക്കെ, തിരിച്ചു വരാം കേട്ടോ. വേഗം തിരിച്ചു വരാം. തിരിച്ചു വന്ന് വേഗം വീഡിയോ ഓൺ ചെയ്യുക. ചെക്കിംഗ് ടൈമാണ്. റെഡ് പെൻ എടുത്ത് റെഡി ആവാം. ഓക്കെ, നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. ഫിസിക്സിന്റെ ക്ലാസ് ആണ്. സ്റ്റഡി സർക്കിളിലും ക്ലാസ്സും എക്സാമും എല്ലാം ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം ക്ലാസ്സിൽ വരാനായിട്ട് കേട്ടോ. ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ മറക്കല്ലേ. ഓക്കെ, നമുക്ക് നമ്മുടെ ചെക്കിങ്ങിലോട്ട് പോവാം. റെഡ് പെൻ വെച്ച് ചെക്ക് ചെയ്യണം കേട്ടോ മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അസർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആയിരുന്നു. Muscles of the stomach wall possess thick layer of muscle fibers and it helps in the mixing of food with the enzymes present in the alimentary canal. അതാണ് റീസൺ പറഞ്ഞിരിക്കുന്നത്. അസർഷനും ശരിയാ, റീസണും ശരിയാ. ആ തിക്ക് ലെയേഴ്സ് മസിൽസ് ഒക്കെ ഉള്ളത് തന്നെ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പെരിസ്റ്റാൾസിസ് ത്രൂ അവർ മിക്സ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരിക. ഓപ്ഷൻ എ എന്നോ ആ ഓപ്ഷനോ എടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. സെക്കൻഡ് വൺ വാസ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അത് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ എ ക്വസ്റ്റ്യൻ വാസ് ലൈക്ക്, നെക്സ്റ്റ് സ്ലൈഡ്, വാസ് ലൈക്ക് നമ്മളുടെ ബക്കൽ ക്യാവിറ്റിയിൽ ഉള്ള ഗ്ലാൻഡിന്റെ പേര് എഴുതണം ആൻഡ് റൈറ്റ് ദ കോമ്പോണൻസ് ഓഫ് ദ ഫുഡ് ഓൺ വിച്ച് ദ സെക്രീഷൻ ഓഫ് ദിസ് ഗ്ലാൻഡ് ആക്ട് അപ്പോൺ. സലൈവറി ഗ്ലാൻഡ് ആണ് എഴുതേണ്ടതായിട്ടുള്ളത്. സലൈവറി ഗ്ലാൻഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക് കൊടുക്കുക. റൈറ്റ് ദ കോമ്പോണന്റ് ഓഫ് ഫുഡ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് ജനറൽ ആയതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് എഴുതിയാലും മതി. എഴുതിയിട്ടുണ്ടെങ്കിൽ 1/2 മാർക്ക് കൊടുക്കുക. അങ്ങനെ 1 മാർക്ക് എയ്ക്ക്. ബിയില് 2 ഓർഗൻസിൽ സ്പിൻസ്റ്റർ മസിൽ ഉണ്ട്. അതിന്റെ പേര് എഴുതാനാണ്. ഒരെണ്ണം സ്റ്റൊമക്കിലും ഒരെണ്ണം ഏനസിലും ആണ്. സ്റ്റൊമക്കിന് 1/2 മാർക്ക്, ഏനസിന് 1/2 മാർക്ക്, അങ്ങനെ 1 മാർക്ക് വരും. സിയിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ വാസ് ലൈക്ക് മ്യൂക്കസ് ഗ്യാസ്ട്രോഗ്ലാൻഡ്സ് സെക്രേറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ബിക്കോസ് അതിന് മ്യൂക്കസ് ആണ് HCLന്റെ ആക്ഷനിൽ നമ്മുടെ സ്റ്റൊമക് വാൾസ് കൊറോഡോ ആവാതെ സൂക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മ്യൂക്കസ് ഇല്ലെങ്കിലും ഈ HCL ആയിട്ട് കോണ്ടാക്ട്സിൽ വന്നിട്ട് എന്ത് സംഭവിക്കും? ദർ ആർ ചാൻസസ് ദാറ്റ് ഈ പറഞ്ഞ പോലെ നമ്മളുടെ സ്റ്റൊമക്കിന്റെ വാൾസ് ഒക്കെ നഷ്ടപ്പെട്ട് മോശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. പ്രൊട്ടക്ഷൻ നടക്കത്തില്ല എന്നുള്ള രീതിയിൽ ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, വില്ലൈ സ്മോൾ ഇൻഡസ്റ്റൈനിൽ ആബ്സെന്റ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഫുഡിന്റെ അബ്സോർപ്ഷൻ നടക്കില്ല. അബ്സോർപ്റ്റീവ് സർഫസ് ഏരിയ വിൽ ബി റെഡ്യൂസ്ഡ് എന്നുള്ള രീതിയിൽ ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. പിന്നെ 4 മാർക്സ് ആയി. ഇനി ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഡി ആണ്. Bile juice does not contain any enzyme but it has important roles in digestion. Justify the statement. ഇത് വേറെ ഒന്നുമില്ല, നമ്മളുടെ ഫാറ്റിന്റെ ചങ്സിനെ ചെറിയ ചെറിയ ഗ്ലോബ്യൂൾസ് ആയിട്ട് ഇമൾസിഫൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വി റിക്വയർ ബയൽ ജ്യൂസ് അല്ലേ. പിന്നെ അത് മാത്രമല്ല, പാൻക്രിയാറ്റിക് എൻസൈംസിനൊക്കെ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അസിഡിക് മീഡിയത്തിനെ നമ്മൾ ആൽക്കലൈൻ മീഡിയമായിട്ട് കൺവേർട്ട് ചെയ്യണം. കാരണം സ്റ്റൊമക്കിൽ നിന്ന് വരുമ്പോൾ അത് അസിഡിക് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനുമാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. മെയിൻലി ഇമൾസിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അത് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്ക് കൊടുക്കുക. അങ്ങനെ ഓരോന്നിനും 1 മാർക്ക് വരും. ടോട്ടൽ 5 മാർക്സ് ആയിരിക്കും വരാം. ഓക്കെ, ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒരു ഫ്ലോ ചാർട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഫ്ലോ ചാർട്ട് ഈസ് അബൌട്ട് ഓക്സിജനേറ്റഡ് ബ്ലഡിന്റെ ആ ഒരു ഫ്ലോ. ലങ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ലങ്സ് പൾമണറി വെയിൻസിൽ കൂടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. ബൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് ഓപ്പൺ ചെയ്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. അയോർട്ട ത്രൂ ബോഡി പാർട്സിൽ എത്തുന്നു. ദ വൺ തിങ് ദാറ്റ് യു ക്യാൻ സ്കിപ്പ് ഇസ് ജസ്റ്റ് ദ വാൽവ്. വാൽവ് ഇതിലെങ്കിലും കുഴപ്പമില്ല. ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോർട്ട, ബോഡി പാർട്സ്, അങ്ങനെ പോവാം. വേറെ ഒന്നും സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇത് എവിടെന്നാ വരുന്നതെന്നുള്ളത് ഏതിലെങ്കിലും കുഴപ്പമില്ല. ലൈക്ക് ഹൗ ഡസ് ദിസ് ബ്ലഡ് റീച്ചസ് ലങ്സ്, അത് എഴുതണ്ട. കാരണം വരുന്നത് ഡീഓക്സിജനേറ്റഡ് ആണല്ലോ, നമ്മളോട് ഓക്സിജനേറ്റഡ് അല്ലേ ചോദിച്ചേക്കുന്നത്. അപ്പൊ ലങ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരിക്കും. ഇത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 2 മാർക്സ് കൊടുക്കുക. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇസ് ലൈക്ക് വാട്ട് ഇസ് ഡബിൾ സർക്കുലേഷൻ? ഡിസ്ക്രൈബ് വിത്ത് റെഫറൻസ് ടു ഹ്യൂമൻ ഹാർട്ട്. ഡബിൾ സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ 2 ടൈംസ് ആണ് ഹാർട്ടിൽ കൂടെ ബ്ലഡ് പാസ് ചെയ്ത് പോകുന്നത്. വൺസ് ഇറ്റ് ഈസ് പാസിംഗ് ടു ദ ലങ്സ്, അതിന് നമ്മൾ പൾമണറി സർക്കുലേഷൻ എന്ന് വിളിക്കും. വൺസ് ആഫ്റ്റർ അവിടെ നിന്ന് ഓക്സിജനേറ്റഡ് റിസീവ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയിലോട്ട് കൊടുക്കും, അതിന് നമ്മൾ സിസ്റ്റമിക് എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ 2 തവണ നടക്കുന്നതുകൊണ്ട് ടുഗെദർ ഇറ്റ് ഇസ് കോൾഡ് ആസ് ഡബിൾ സർക്കുലേഷൻ. ആ ഒരു രീതിക്ക് ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് കൊടുക്കുക. യു ഷുഡ് ഡിസ്ക്രൈബ് അബൌട്ട് പൾമണറി ആൻഡ് സിസ്റ്റമിക്, അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ആൻസേഴ്സ്. വേഗം സമ്മ ചെയ്യുക, പാരന്റ്സിന്റെ സൈൻ വാങ്ങിക്കുക, കൺസേൺ ഷാഡോ ടീച്ചർക്ക് ഫോർവേഡ് ചെയ്ത് മാർക്ക് അപ്ലോഡ് ചെയ്തിട്ട് തിരിച്ചു വരാം.